ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് രാത്രിയിലുള്ള എൻ്റെ കുറച്ച് ജോലികളാണ് ഇത്. അപ്പോൾ രാത്രി കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകി പറക്കി വെച്ച് കേട്ടോ. കുറച്ചല്ല, കുറച്ചധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെയൊക്കെ കഴുകിയാലേ അടുത്ത ജോലി ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനെ തന്നെ അപ്പോഴത്തെ കഴുകിയൊക്കെ വെക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഇന്ന് അമ്മ ഒരു സ്ഥലം വരെ പോയേക്കും, അപ്പോൾ ആളില്ല. അതുകൊണ്ടാണ് പിന്നെ എല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം സിങ്ക് കഴുകിയിടുവാണ്. പിന്നെ ഇത് സൈഡിലുള്ളത് അത് സിമെൻറ്റ് തന്നെയാണ് കേട്ടോ, വേറെ അഴുക്കല്ല. അപ്പോൾ അത് നേരത്തെ അവിടെ അത്രയും ഇതായപ്പോഴത്തേക്കും സിമെൻറ്റ് തേച്ച് വിട്ടതാണ് കേട്ടോ, ഒന്ന് സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിങ്ക് നല്ല നീറ്റായിട്ട് കഴുകിയെടുക്കുമ്പോഴത്തേക്കും നല്ലൊരു ജോലി തീർന്ന പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുപ്പിൻ്റെ പുറം, അതായത് കുക്ക് ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പുറം അത്രയും കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനെയൊക്കെ തൂത്ത് പറക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ബേസ് ബോർഡ് വെട്ടിയില്ലേ, അതാണ് അവിടെ ഇട്ടിരിക്കുന്നത്. അത് ഇട്ടിട്ട് അത് തറയോട് ഇതായി. ഇനി അതൊക്കെ മാറ്റണം. പിന്നെ രാത്രിയത്തേക്ക് അച്ഛന് ചപ്പാത്തിയാണ് വേണ്ടത്. അപ്പോൾ ചപ്പാത്തിക്ക് മാവ് നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഫ്രിഡ്ജ് വെച്ചിരിക്കുവേ, അതിന് ശേഷമാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ, ചപ്പാത്തിക്കുള്ള മാവിന് 3 ചപ്പാത്തി മതി. 2 കഴിക്കുള്ളൂ. ഒന്ന് എൻ്റെ മോന് കുറച്ചായിട്ട് കൊടുക്കണമുണ്ട്, 3 ഉണ്ടാക്കി. അത് കഴിഞ്ഞ് മുട്ടക്കറി, എന്നും ഈ കറി തന്നെയാണ് കേട്ടോ അച്ഛന്. അപ്പോൾ ആ കറിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ തേയില വെള്ളം നമ്മളുടെ ഭയങ്കര ഇഷ്ടമുള്ളതാണ് നമുക്ക് എല്ലാവർക്കും. എപ്പോഴും തേയില വെള്ളം കിട്ടിയാലും കുഴപ്പമില്ല. അപ്പോൾ തേയില വെള്ളത്തിനും വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചപ്പാത്തി പരത്തുവാണ് കേട്ടോ. അപ്പം 3 ഞാൻ പരത്തി വെച്ചതിന് ശേഷം ചൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ 3 പരത്തി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചപ്പാത്തി ഓരോന്നായിട്ട് ചുട്ട് കൊടുത്തു കേട്ടോ. ചുട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ചോറ് കുക്കറിൽ വെച്ചു, രാത്രിയത്തേക്കുള്ള ചോറ്. അതിന് ശേഷം മോന് വേണ്ടിയിട്ട് അവൻ ഇത് ചപ്പാത്തി കഴിക്കുമെങ്കിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുള്ളൂ, അത് അവൻ അങ്ങനെ കഴിക്കത്തില്ല. അപ്പോഴത്തേക്ക് രാത്രിയത്തേക്ക് അവന് ഞാൻ നേന്ത്രക്കാ പൊടിയാണ് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ രാവിലെ ഒന്നും നേന്ത്രക്കാ പൊടിയൊന്നും കൊടുത്തില്ല. അപ്പോൾ അതുണ്ടാക്കി അവന് കൊടുത്തു, അവനെ ഉറക്കി. അതിന് ശേഷം ഞാൻ കഴിച്ചു. അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ, സീ യു.